രോഗം എന്ന് പറഞ്ഞാല് എന്താണ്, അസുഖം എന്താണെന്നൊന്നും തിരിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ബാക്കി കണ്ടെത്തില്ലോ. നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നതെല്ലാം നിങ്ങളുടെ ശരീരത്തിൽ സുഖകരമല്ലാതെ എന്തൊക്കെയോ അസുഖങ്ങളാണ് നിങ്ങൾക്ക് എന്നോട് പറഞ്ഞു തരാനുള്ളത്. അല്ലെങ്കിൽ ഏത് ഡോക്ടറെ കണ്ടാലും നിങ്ങൾക്ക് പറയാനുള്ളതാണ് സ്വഭാവം. ശരീരത്തിൽ ഉണ്ടാകുന്ന എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകളുടെ പേരാണ് നമ്മൾ അസുഖം എന്ന് പറയുന്നത്. സുഖകരമല്ലാത്ത എന്തോ അവസ്ഥ. പക്ഷെ രോഗം അതല്ല. ഇപ്പൊ രോഗം അസുഖം. അതിനൊരു ഉദാഹരണം പറയാൻ പറ്റുന്ന ഉദാഹരണം, ക്രിയാറ്റിൻ പേഷ്യൻസ് ആരെങ്കിലും ക്രിയാറ്റിൻകാര് ഡെയിലി എഴുന്നേറ്റ് നിൽക്കുക. ഇനി നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് കാലിൽ നീര് ഫുള്ള് കൈ നോക്കുക. കാലിൽ നീരുള്ള കുറെ ആളുകൾ 14 പേര് കാലിൽ നീരുള്ളതാണ്. ഈ കാലിൽ നീരില്ലാത്തവരെ 14 പേർക്ക് കാലിൽ നീരില്ല, പക്ഷെ ക്രിയാറ്റിൻ പ്രശ്നമുണ്ട്. ഇനി കാലിൽ ചൊറിച്ചിലുള്ളവരെ 4 ശരീരം 20 ചൊറിച്ചിലുള്ളവരെ 4, 5, 6 സത്യത്തിൽ കിഡ്നിക്കാണ് കുഴപ്പം, കാലിലാണ് ഞാനിപ്പോ ചോദിച്ച ചോദിച്ചത്. ബോഡി മൊത്തം ചോദിച്ചത്. ഇതൊന്നും കിഡ്നിന്നല്ലോ, ശരീരം ചൊറിച്ചുള്ള കിഡ്നിയാണ്. ഇനി ഇവിടെ ചൊറിച്ചിലാലും പറഞ്ഞാലും കഴിവില്ലേ, ചൊറിച്ചിലുള്ളവർക്ക് കഴിവില്ലേ. അപ്പൊ നിങ്ങൾക്കുള്ള ചൊറിച്ചിൽ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഇവർക്കും കിട്ടുന്നതാണ്. അതിലേക്ക് നാട്ടുപോകാറില്ല. അപ്പൊ ഇവർക്ക് നെഞ്ചിൽ ഭാരം കേസ് വെച്ചോ ഫീൽ ചെയ്യാനായിട്ട് സ്റ്റെപ്പ് കൈകൾക്ക് വരാറില്ല. ഇതൊക്കെ കിഡ്നി സംഭവമായ ലക്ഷണമായിട്ടാണ്. അതല്ലോ ഹാർട്ട് പേഷ്യൻസ് വരുന്നിട്ടുണ്ട്. ഹാർട്ട് പേഷ്യൻസ്, ഈ കിഡ്നി പേഷ്യൻസിന് എന്നാ ഹാർട്ട് പേഷ്യൻസ് ഉണ്ടോ അല്ലെ? ഹാർട്ട് പേഷ്യൻസിന് ഞാൻ ഇപ്പൊ ചോദിച്ച ചോദ്യം സ്റ്റെപ്പ് അല്ലെങ്കിൽ നെഞ്ചിലൊന്നും ഹാർട്ട് പേഷ്യൻസിനുണ്ട്. ആ ക്രിയാറ്റിൻ കൊണ്ടുപോയി നിങ്ങൾക്ക് ക്രിയാറ്റിൻ എന്റെ ലാസ്റ്റ് ക്ലൈമാക്സാണ് ചോദ്യം. ഞങ്ങളുടെ അൾട്ടിമേറ്റ് സംഭവിച്ചു കിഡ്നിയുടെ ഔട്ടർ ഓർഗനാണെന്ന് പറയാം. കിഡ്നിയുടെ ചെയ്യപ്പെടുന്നുണ്ട്. ഈ നിൽക്കുന്ന ക്രിയാറ്റിൻ രോഗികൾക്ക് കിഡ്നിക്ക് ആണ് പ്രശ്നം. ഇവിടെ ചെവിക്ക് ഏതൊക്കെ തരത്തിൽ ബുദ്ധിമുട്ട്, ഒന്ന് കേൾവി കുറവ്, അല്ലെങ്കിൽ ചോദിച്ച്, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആയി കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ചെവി വേദന ഒന്നും ചെയ്യിക്കുക. ഇങ്ങനെ ഒരു സിംറ്റം 17 പേർക്ക് ഇതേ സാധനമാണ്. കോമഡി ഇതാണ്. ചെവിയിൽ പ്രശ്നം വന്നാണ് നമ്മളെ ആരെ കാണിക്കാം? ENT കാണിക്കട്ടെ അല്ലെ? ENT ആയ ഇനത്തിനെ കാണിച്ച് ഇവിടെ ചെയ്യുന്നതാണ്. പക്ഷെ ചെവിയായിട്ട് എനർജി ഡേറ്റ് നമ്മൾ പറയുമ്പോ അത് കിഡ്നി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. കിഡ്നിയുടെ പ്രശ്നമാകാം. എന്തായാലും ക്രിയാറ്റിൻകാരെ കൊണ്ട് ഞാൻ കൈ ഒപ്പിച്ചു കഴിഞ്ഞാണ് 17 പേര് നിന്നത് 26 പേര്. ഓക്കെ, 26 പേരിൽ ചെവിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നവർ ഇതായിരുന്നു എങ്കിൽ കേൾവി കുറവുള്ളവർ, ചെവിയിൽ കുറവ് അനുഭവിച്ചവർ, വേദന വന്നവർ, അല്ലെങ്കിൽ ചെവിയിൽ നേരത്തെ കുറെ നാളായിട്ട് മനസ്സിലിരിക്കുന്നവർ, ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ചെവി സംബന്ധമായി ക്രിയാറ്റിന്റെ പ്രശ്നത്തിൽ ക്രിയാറ്റിന്റെ പ്രശ്നം കണ്ടുവരാൻ പോലെ ചെവിക്ക് പ്രശ്നം വന്ന് ഇൻഫെക്ഷൻ വന്ന് അല്ലെങ്കിൽ കേൾവി കുറവൊക്കെ വന്നവർ കൈണ്ടാവാറ് 17 പേര്. 20 ആളാണ് കിഡ്നി ആയിട്ട് വന്നവരുടെ പ്രശ്നമുള്ളത്. അതില് 17 പേർക്കും ശരിക്കും പ്രശ്നം വന്നിട്ടുണ്ട്. ഇനി ക്രിയാറ്റിനുള്ളവർക്ക് നിങ്ങൾ ചോദിച്ചോ? കിഡ്നി സംബന്ധമായി ഡയാലിസിസ് ചെയ്യുന്നവർക്കൊക്കെ ചോദിച്ചോ? ചെവി സംബന്ധമായി എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിരുന്നോ? കിഡ്നി പോകുന്നതിന് മുമ്പ് ഡയാലിസിസ് ചെയ്യുന്നതിന് മുമ്പേ ചെവി സംബന്ധമായി എന്തെങ്കിലും പ്രശ്നം വന്നിരുന്നോ എന്ന് ചോദിച്ചാല് ഉണ്ടായിരുന്നു എന്നൊരു ഉത്തരം പറഞ്ഞാല് നമുക്ക് പെട്ടെന്ന് ബോധ്യപ്പെടും. ചെവിക്കല്ല ചികിത്സിക്കേണ്ടായിരുന്നു അന്ന്. നല്ല വൈദ്യനാണെങ്കിൽ അവൻ ഉണ്ടാക്കും, കിഡ്നിക്ക് അത്രയും ചികിത്സിക്കും. നീ ചെവി വേദന പറഞ്ഞാലും, നീ ചെവിയിൽ ഇൻഫെക്ഷൻ പറഞ്ഞാലും, ചെവിയിൽ മൂളൊക്കെ പറഞ്ഞാലും, സ്റ്റീനസ് പറഞ്ഞാലും, ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാലും, ഇതിനൊക്കെ പലപ്പോഴും കാരണം ചിലപ്പോൾ കിഡ്നി ആണെങ്കിൽ ആണെന്ന് ഞാൻ പറഞ്ഞാൽ ആ പുസ്തകത്തിലേക്ക് ആണെങ്കിൽ ഒറിജിനൽ വൈദ്യ ചികിത്സിക്കേണ്ടത് ചെവിയെ അല്ല, അല്ലെങ്കിൽ ബാലൻസിനെ അല്ല, അത് പോകാനുള്ള കാരണം തന്നെയാണ്. കുഴപ്പമുണ്ടോ? പക്ഷെ നിങ്ങൾക്ക് ഏത് മാറണം? കുഴപ്പമില്ലാതെ നിങ്ങൾ പറഞ്ഞു അതൊക്കെ ശരി തന്നെയാണ്. ഇതൊക്കെ എല്ലാം മാറണ്ടേ? നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് പോകണം എന്തിനാ? നിങ്ങളുടെ ചികിത്സേന എല്ലാം മാറാനാ? മാറി നിങ്ങൾ ഏതാ പറയാ? എന്റെ ചെവി എന്നല്ലേ പറയാ? ആണോ അല്ലയോ? അങ്ങനെയാണ് നമ്മൾ ഇന്ന് കേരളത്തിലെ വളരെയധികം രോഗികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചെവി സംബന്ധമായ ഒരു പ്രശ്നം വന്നാൽ എപ്പോഴും ചെവിയുടെ തന്നെ ആവണം എന്നില്ല എന്നാ ഞാൻ പറഞ്ഞു. ചെറിയ വേറൊരു ഉദാഹരണം കൂടി. ഒരാൾക്ക് തലവേദന വന്നു, നമ്മളെവിടെ
പാമ്പ് പറ്റാം. തലയുടെ ഇവിടെയാണെങ്കിൽ പോലും നമ്മളവിടെ പാമ്പ് പറ്റാം. ചില ആളുകൾ ഇതൊക്കെ പറ്റി മരുന്നൊക്കെ കുടിച്ചു, പക്ഷെ തലവേദന മാറണില്ല. അങ്ങനെ തലവേദന മാറാതായാൽ കുറെ ആളുകളായിട്ടുണ്ടാൽ മാറാത്ത തലവേദന. തലവേദനക്കാരൊന്നും കൈവെക്കാവോ? അതിന് മൈഗ്രെയിൻ പോലുള്ള തലവേദന ഉള്ളതൊന്നും എഴുന്നേറ്റിരിക്കാവോ? എന്നിട്ട് ഛർദിച്ചാൽ തലവേദന മാറുന്നവർ കൈവെക്കാവുന്നു. സദസ്വം പോലെ ഛർദിച്ചാൽ തലവേദന മാറുന്ന ചില ആളുകളുണ്ട്. പക്ഷെ ഓക്കെ, ഇത് ബോധ്യപ്പെടുന്നല്ല. ഈ തലവേദന സ്കാൻ ചെയ്യാൻ പറയുമ്പോ പൊതുവെ എന്താ സ്കാൻ ചെയ്യാൻ സത്യത്തില് വയറാണോ സ്കാൻ ചെയ്യാൻ, നട്ടലാണോ സ്കാൻ ചെയ്യാൻ, കഴുത്താണോ സ്കാൻ ചെയ്യാൻ, തല സ്കാൻ ചെയ്യാനില്ല. പക്ഷെ ഛർദിച്ചു പോയത് തലയിൽ കിട്ടുന്നതാണോ വൈകി കിട്ടുന്നതാണോ? അപ്പൊ സത്യത്തിൽ തലയിൽ സ്കാൻ ചെയ്താൽ മൈസിലെ കംപ്ലൈന്റ് കാണാൻ കഴിയുമോ? ചോദ്യം മനസ്സിലായോ? ചോദ്യത്തിൽ നിന്ന് മനസ്സിലായതിട്ടല്ല മനസ്സിലായി. ഇവിടെ പറഞ്ഞ അസുഖം എവിടെയായിരുന്നു, രോഗം എവിടെയായിരുന്നു? വയറ്റില്. രോഗം വയറ്റിലും അസുഖം തലയിലും. ചികിത്സ എവിടെയായിരുന്നു? നെറ്റിയിൽ അല്ലെങ്കിൽ വയറ്റിലും. ഹലോ, മനസ്സിലായോ? അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന രോഗങ്ങളുടെ പേരുകൾ അത് സത്യത്തിൽ അസുഖങ്ങളാണ്. ശരീരത്തെ ബുദ്ധിമുട്ടിക്കുന്ന ചില ബുദ്ധിമുട്ടുകളെ അതിനിട്ട പേരുകളാണ്. അതിന്റെ പേര് ആമവാദമോ, സന്ധിവാദമെന്നോ, രക്തവാദമെന്നോ, ക്യാൻസർ എന്നോ, അതല്ലെങ്കിൽ പാർക്കിൻസൺസ് എന്നോ, എന്ത് പേര് വിളിച്ചാലും ആ പേരെല്ലാം നമ്മൾ വിളിക്കാനുള്ള കാരണം അവരെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം. പക്ഷെ അവരുടെ രോഗങ്ങൾ അത് തന്നെ ആവശ്യമില്ല. ആ സിംറ്റംസ് എല്ലാം അവരുടെ സത്യ രോഗം. റൂട്ട് കോസിന്റെ ചികിത്സിക്കണമെന്നാണ് ഏതൊരു സയൻസും പറയും. അത് അക്യുപഞ്ചർ പറയുന്നത് അങ്ങനെ തന്നെയാണ്, ആയുർവേദം പറയുന്നത് അങ്ങനെ തന്നെയാണ്, അലോപ്പതി പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഒരു സംശയമില്ല, റൂട്ട് കോസിന് ചികിത്സിക്കണം. കേട്ടൊക്കെ നിങ്ങളുടെ ലക്ഷണത്തിന് ചികിത്സിക്കാതെ രോഗം വരാനുള്ള കാരണത്തിൽ ചികിത്സിക്കണം. അങ്ങനെ കേട്ടോ? എങ്കിൽ എനിക്ക് ചെറിയ സംശയം വെറുതെ ചോദിച്ചിട്ട് തുടങ്ങിയുണ്ട്. ബിപിക്ക് മെഡിസിൻ കഴിക്കുന്നവർ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുവോ? ഓക്കെ, ഇത്രയധികം ആളുകൾ മെഡിസിൻ കഴിക്കുന്നവരാണ്. 30 ശതമാനം വർഷമായിട്ട് ബിപി മെഡിസിൻ നല്ലതാണ്, നല്ലതാണ്. ബിപിക്ക് പ്രശ്നം അവസാനിത്താണോ? ബിപിക്ക് മെഡിസിൻ കഴിക്കണം. അല്ലെ ചോദ്യം, ബിപിക്ക് മെഡിസിൻ കഴിയുന്നു, ബിപിയുടെ കാരണം എല്ലാം ഒന്നായിരുന്നു. ചോദ്യം മനസ്സിലായോ? ബിപിയുടെ കാരണം എല്ലാവരിലും ഒന്നായിരിക്കുമോ? ഭർത്താവ് നഷ്ടപ്പെട്ട മരണപ്പെട്ട ഭാര്യക്ക് പിന്നീട് അത് മുഖേന ഉണ്ടാകുന്ന ബിപി ടൈപ്പോയത്. അങ്ങനെ ആ ഒരു സ്ത്രീക്ക് ബിപി ഉണ്ടായാലും ആ ബിപിയുടെ കാരണവും ബ്രെയിൻ ട്യൂമർ കൊണ്ട് ഒരാൾക്ക് ബിപി കൂടിയാൽ അതിന്റെ കാരണവും കിഡ്നി പ്രശ്നം കൊണ്ട് ബിപി കൂടി അതിന്റെ കാരണവും നട്ടലിൽ ഏതെങ്കിലും ട്യൂമർ ഉണ്ടായാൽ അതുകൊണ്ട് ബിപി കൂടിയാൽ അതിനുള്ള മരുന്നും ലിവർ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ ലിവർ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ബിപിക്ക് മരുന്ന് കുടിക്കുമ്പോ കഴിക്കുന്ന മരുന്ന് എല്ലാം ബിപിയുടെ മരുന്ന് എന്നുള്ള മരുന്നല്ലേ? ചോദ്യം മനസ്സിലായാലോ? അതുകൊണ്ട് ആ മരുന്ന് നിർത്തുന്നത് ജീവൻ രക്ഷാ മരുന്നുകൾ നിർത്തി കളിക്കാനുണ്ട്. അപകടം. ഓക്കെ, അപ്പൊ ഞാൻ ചോദ്യം ഇതാണ്, ബി പി ഉണ്ടെങ്കിൽ ആ ബി പിയുടെ കാരണത്തിന് ചികിത്സിക്കണം എന്ന് പഠിപ്പിച്ച സയൻസ് എന്തുകൊണ്ട് കാരണം കണ്ടെത്തുന്നില്ല? കിഡ്നിയുടെ പ്രശ്നപ്പെട്ട ഒരാൾക്ക് ബി പി ഉണ്ടായില്ലെങ്കിൽ, ലിവറിന്റെ പ്രശ്നം കൊണ്ടാണ് ഒരാൾക്ക് ബി പി ഉണ്ടായില്ലെങ്കിൽ, ബ്രെയിൻ ട്യൂമറിന്റെ പ്രശ്നം കൊണ്ട് ഒരാൾക്ക് ബി പി ഉണ്ടായില്ലെങ്കിൽ ആ കാരണത്തിനെല്ലാം മരുന്ന് ഉപയോഗിക്കുക. എല്ലാവർക്കും കഴിയും. ഹോസ്പിറ്റലിൽ വരയ്ക്കുന്ന ആരെങ്കിലും ഡോക്ടർമാരോ ആരെങ്കിലും ഇവരെ കഴിച്ചിട്ട് നല്ലതാണ്. ഒരാളോ വേറെ എന്താണ് വേറെ നഴ്സുമാർ എനിക്കൊരു ഹെൽപ്പ് കൊടുക്കാണ്. സിവിയുടെ മെഡിസിനെ പറ്റി എന്തെങ്കിലും അറിയാമോ? അതെ, ആ കൊടുക്കുന്ന മരുന്നെല്ലാം 1 ആഴ്ച വ്യത്യസ്തമായിരുന്നു. ഏകദേശം അല്ലേ? എന്താ ചോദ്യം? ബിപിയുടെ കാരണത്തിനാണോ ബിപിയുടെ മെഡിസിൻ, അതെല്ലാം ബിപി കുറക്കാനാണോ ബിപിയുടെ മെഡിസിൻ? അപ്പൊ സത്യത്തിൽ കാരണം ചികിത്സയില്ലാത്ത ചികിത്സകൾ തെറ്റാണെന്ന് സയൻസ് പഠിക്കുന്നു, അല്ലെ? അങ്ങനെയല്ല സയൻസ് പഠിക്കുക. അത് പറയാനുള്ളൂ. അപ്പൊ ലക്ഷണത്തിനല്ല ചികിത്സിക്കേണ്ടത്, രോഗത്തിന്. അപ്പൊ നമ്മള് രോഗം മാറാത്തത് എന്തെന്ന് ചോദിച്ചാൽ നമ്മള് ലക്ഷണത്തെ ചികിത്സിച്ചുകൊണ്ടിരിക്കും, രോഗത്തിന് ചികിത്സിക്കുന്നില്ല. അപ്പൊ മാറിയാൽ ക്ലിയർ? ഞാൻ പറഞ്ഞ വിഷയത്തിലുള്ളൂ. രോഗത്തിനാണ് ചികിത്സ വേണ്ടത്, ലക്ഷണത്തിനല്ല, അല്ലെങ്കിൽ അസുഖത്തിനല്ല. നമ്മളെപ്പോഴും
ഡോക്ടർക്ക് മൊത്തം പറയുന്ന അസുഖങ്ങളാണ്. അപ്പൊ രോഗം കണ്ടുപിടിക്കുന്ന ബാധ്യത സത്യത്തില് അതാത് ചികിത്സകരാണ്. രോഗം കണ്ടുപിടിക്കേണ്ട ബാധ്യത അതാത് ചികിത്സകരാണ്. ആണോ അല്ലയോ? ഉറപ്പല്ലേ? അതാത് ചികിത്സയുടെ വിദഗ്ധന്മാരാണ് ആ രോഗി എന്ത് രോഗമാണെന്ന് തീരുമാനിച്ച് ആ ചികിത്സയുടെ റൂട്ടിൽ ചികിത്സിക്കാൻ കഴിയുക. അത് മറ്റൊരു ചികിത്സയുടെ ബേസിൽ നിന്നിട്ട് ഒരു ചികിത്സകൻ ചികിത്സിക്കാൻ കഴിയണമെന്നില്ല.